പിന്നെ ചൈനയിലേക്ക് വെനിസുലയിൽ നിന്നും വന്ന ഒരു എണ്ണക്കപ്പൽ ഏതാണ്ട് 2 മില്യൺ ബാരലോളം എണ്ണ കപ്പാസിറ്റി ഉണ്ട്, ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ അത്രത്തോളം ക്രൂഡ് ഓയിൽ ക്യാരി ചെയ്തുകൊണ്ട് വെനിസുലയിൽ നിന്നും പുറത്തേക്ക് ചൈനയിലേക്ക് യാത്ര തിരിച്ച ആ എണ്ണക്കപ്പലിനെ അമേരിക്ക കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ അതിനെതിരെ ചൈന ഇതുവരെ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം വെനിസുല ചൈനയുടെ പ്രതികരണങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. കാരണം വെനിസുല ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചൈനയ്ക്ക് എണ്ണ വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വെനിസുല പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയുടെ അടുത്ത് ഈ എണ്ണക്കപ്പലുകൾക്കുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിട്ട്. അത് ചൈന അംഗീകരിച്ചതുമാണ്. ഇനിയിപ്പോൾ എന്തായാലും എന്താണ് നടക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. ഇത് ശരിക്കും അമേരിക്കയുടെ പെൻറ്റഗൺ അഥവാ സെൻകോമിൽ നിന്നും പുറത്തു വരുന്ന വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അമേരിക്ക അവരുടെ ട്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും കപ്പലിനെ കൺട്രോളിലെടുത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ആ വീഡിയോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. തുളസി ഗബ്ബാർഡ് കുറേ നാൾക്ക് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ്, ഇവരങ്ങനെ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ഒന്നും പുറത്തുവിടാറില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് യൂറോപ്പിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് യൂറോപ്പിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ എന്താണ് യൂറോപ്പിന് മേളിൽ ചുമത്തുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ, തുളസി ഗബ്ബാർഡ് അറിയാമല്ലോ, തുളസി ഗബ്ബാർഡ് CIA തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. യൂറോപ്പ് ഒരു ഫേക്ക് പ്രൊപ്പഗൻഡ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൊണ്ടേ ഈ ഒരു ഫേക്ക് നെറേറ്റീവ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അമേരിക്കയെ യൂറോപ്പിന്റെ വരുതിക്ക് വരുത്താനും അമേരിക്കയെ പൂർണ്ണമായിട്ടും റഷ്യക്കെതിരെ എല്ലാ കാലത്തും നിലനിർത്താനും ശ്രമിക്കുന്ന തരത്തിലാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് തുളസി ഗബ്ബാർഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനവർ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നെറേറ്റീവാണ്, ഒരു ഫേക്ക് നെറേറ്റീവ്. ഈ ഫേക്ക് നെറേറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ റഷ്യ യൂറോപ്പിനെ ആക്രമിക്കും, റഷ്യ യൂറോപ്പിനെ ക്യാപ്ചർ ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു ഫേക്ക് പ്രൊപ്പഗൻഡ. റഷ്യ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് തുളസി ഗബ്ബാർഡ്. അതായത് റഷ്യ യൂറോപ്പിനെ ആക്രമിക്കില്ല, റഷ്യ നാറ്റോയെ ആക്രമിക്കില്ല എന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. റഷ്യ ഉക്രൈനിൽ തന്നെ വേണമെങ്കിൽ റഷ്യക്ക് ഉക്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് ഉക്രൈനെ പൂർണ്ണമായിട്ടും ആക്രമിക്കാതെ ഒരു 20%, 25% മാത്രം ആക്രമണം നടത്തി റഷ്യ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഉക്രൈനെ പൂർണ്ണമായിട്ടും കൈയടക്കി കഴിഞ്ഞാൽ അടുത്ത് റഷ്യ നേരിടാൻ പോകുന്ന ബോർഡറുകൾ ഏതൊക്കെയാണ്? ഉക്രൈനുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ. പോളണ്ട്, മോൾഡോവ, റുമാനിയ, കംപ്ലീറ്റ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളാണ് പിന്നീട് റഷ്യയുടെ ബോർഡർ. അങ്ങനെ റഷ്യ ഉക്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുന്നെങ്കിൽ അത് ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കോളാണ്. അത് കൃത്യമായിട്ട് റഷ്യക്ക് അറിയാം. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പലരും ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ റഷ്യ ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ, എന്നിട്ടും വർഷങ്ങളോളം ഉക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പലരും പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള ജിയോ പൊളിറ്റിക്സ് എന്താണ്? ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ റഷ്യയുടെ ധാരണ എന്താണ്? ഇത് എന്തുകൊണ്ടാണ് റഷ്യ ഒരു 20% മാത്രം ഇങ്ങനെ കൈവശപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്? അപ്പൊ ഇതിനെല്ലാം റഷ്യക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നാണ് വളരെ വ്യക്തമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. പൂർണ്ണമായിട്ടും ഉക്രൈനെ റഷ്യ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താവും ഇതിന്റെ ഒരു വ്യാപ്തി, ഈ യുദ്ധത്തിന്റെ വ്യാപ്തി. അത് ശരിക്കും ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് റഷ്യ ഈ രീതിയിൽ നിലനിർത്തി പോകുന്നത്. ഇതുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ ഒരു കൺട്രോൾഡ് മെഷേഴ്സിൽ അവരുടെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയം തുളസി ഗബ്ബാർഡ് തുറന്നു പറഞ്ഞതോടുകൂടി ഇങ്ങനെ യൂറോപ്പിന്റെ പ്രൊപ്പഗൻഡ, അതായത് റഷ്യ യൂറോപ്പിനെ പിടിക്കും, ജർമ്മനിയെ പിടിക്കും, പോളണ്ടിനെ പിടിക്കും, മോൾഡോവയെ പിടിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഫേക്ക് നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയെ കൂടുതൽ യൂറോപ്പിന്റെ സൈഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും മിലിറ്ററി ഉപകരണങ്ങൾ കൊണ്ട് കൊടുക്കാനും സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും അവിടെ നിന്നുകൊണ്ട് റഷ്യയെ എതിർത്തുകൊണ്ട്, അതായത് റഷ്യക്കെതിരെയുള്ള എതിർചേരിയിൽ അമേരിക്കയെ എല്ലാ കാലത്തേക്കും എക്കാലത്തേക്കും ശക്തമായ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് യൂറോപ്പ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബ്ലെയിമാണ് യൂറോപ്പിനെതിരെ വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ യൂറോപ്പിൽ നിന്നും പല നേതാക്കളും ഇപ്പം തുളസി ഗബ്ബാർഡിനെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നുമുണ്ട്. പക്ഷേ നോ യൂസ്. അപ്പം ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ റോയിട്ടേഴ്സ് അവരുടെ യഥാർത്ഥ കുത്തിത്തിരിപ്പ് പണി എപ്പോഴും അവർ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കൊടുത്തിരിക്കുകയാണ്. അവർ കൊടുത്തിരിക്കുന്ന വാർത്ത വേറൊന്നുമല്ല, അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യക്കെതിരെ വീണ്ടും അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത അവർ അടിച്ചിറക്കിയിട്ടുണ്ട്. അത് അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ഒക്കെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. റോയിട്ടേഴ്സ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് ഉക്രൈനിലെ സെലൻസ്കിയെ കാണാൻ വേണ്ടിയിട്ട് കീവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പിന്തുണ സെലൻസ്കിക്ക് തരുന്നുണ്ട്, സെലൻസ്കിക്ക് വേണമെങ്കിൽ പോർച്ചുഗലിലേക്ക് വരാം, വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഡ്രോൺ മാനുഫാക്ചറിങ്, നമുക്ക് രണ്ടുപേർക്കും ജോയിന്റ് ആയിട്ട് ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാം, അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള നിലയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ പോർച്ചുഗലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ എന്തോ നമുക്കറിയില്ല, രണ്ടുപേരും കൂടി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയായിരുന്നു. സെലൻസ്കി സൺഡേയുമായിട്ട് വീട്ടിൽ ചായയൊക്കെ കുടിച്ചിട്ട് വെറുതെ ഇരുന്ന സമയത്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ പോർച്ചുഗലിലെ പ്രൈം മിനിസ്റ്റർ കയറി വരുന്നത്. അതേപോലെ ഉക്രൈനിലെ സെലൻസ്കി ജപ്പാന് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2025
6 ബില്യൺ ജപ്പാൻ ഉക്രൈന് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധകാലഘട്ടത്ത്. ഈ കഷ്ടപ്പാടിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ, ഈ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ കാലഘട്ടത്തിൽ ഉക്രൈനെ ഞാൻ 6 മില്യൺ കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞിട്ട് 6 മില്യൺ കൊടുത്തിട്ടുണ്ട്. അതിനാണ് സെലൻസ്കി ജപ്പാനോട് നന്ദി പറഞ്ഞത്. ആ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി സെലൻസ്കി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, 2026 ഇതേപോലെ ഇതിനേക്കാളും കൂടുതൽ ജപ്പാന് ഉക്രൈനെ സഹായിക്കാൻ കഴിയട്ടെ എന്നുള്ള രീതിയിലും ഒരു പ്രതീക്ഷ അതും കൂടി സെലൻസ്കി പറയാൻ മറന്നില്ല. അപ്പൊ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അപ്പൊ എന്തായാലും സെലൻസ്കി ഇപ്പോഴെങ്ങും ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന മട്ടില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കും കൂടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ജഡ്ജായിട്ടുള്ള കരീം ഖാനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരീം ഖാൻ ഇപ്പം അമേരിക്കയിൽ സാങ്ഷൻസ് ഉണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ കരീം ഖാന്റെ അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നെക്സ്റ്റ് വീക്ക് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ഈ ICCയിൽ കിടക്കുന്ന ICC കോർട്ടിൽ കിടക്കുന്ന കേസിൽ ഇസ്രായേലിന് പറയാനുള്ള ഒരു ന്യായം, ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈഡ് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ കരീം ഖാൻ കാണിച്ചില്ല. തിടുക്കിട്ട നടപടിക്രമങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തത്. അത് കരീം ഖാന്റെ സ്വാർത്ഥ താല്പര്യത്തിലൂടെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും ഇസ്രായേലിന്റെ മേലിൽ സമ്മർദ്ദം ഇടാനും വേണ്ടിയിട്ട് ഒരു കോടതി ഇങ്ങനെ പ്രവർത്തിച്ചതായിട്ടാണ് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഒരു കോടതി ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല, 2 വശവും കേട്ടിട്ടേ തീരുമാനിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെതിരെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമേരിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ജഡ്ജിനെ അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നടപടികൾ അയാൾ സ്വീകരിച്ചത്. ഇത്ര വേഗത്തിലുള്ള നടപടികൾ ഇസ്രായേലിനെതിരെ പുള്ളിക്കാരൻ എടുത്തത് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പം പുള്ളിക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അമേരിക്ക അടക്കപ്പിടിച്ച സാങ്ഷൻസ് ആണ്. വ്യക്തികൾക്കും സാങ്ഷൻസ് ആണ്, രാജ്യങ്ങൾക്കും സാങ്ഷനാണ്, ഷിപ്പുകൾക്കും സാങ്ഷനാണ്. എന്ത് ചെറിയ ബ്ലേഡ് കിട്ടിയാലും സാങ്ഷൻ ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് അമേരിക്കയുടേത്. തായ്ലാന്റും കംബോഡിയയും കട്ട അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ മുട്ടനടി നടക്കുകയാണ്. തുടർന്ന് ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ബോർഡർ ഏരിയയിൽ പാവപ്പെട്ട ആൾക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. അമേരിക്ക വീണ്ടും മുട്ടുമടക്കുകയാണ്. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുട്ടുമടക്കും, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്കില്ല. അപ്പം അവർ കാനഡയുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോംപ്രമൈസിന് തയ്യാറായിരിക്കുന്നത്. എന്താണ് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ, കാനഡയുമായിട്ട് താരിഫ് വിഷയത്തിൽ നിർണായകമായിട്ടുള്ള 2-3 പ്രോഡക്റ്റുകൾക്ക് താരിഫ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലൊന്നും വേണ്ട, നിങ്ങളും താരിഫ് ഇടരുത്, ഞാനും ആ ഒരു പ്രോഡക്റ്റിനും താരിഫ് ഇടില്ല എന്ന് പറഞ്ഞിട്ട് ഡയറി പ്രോഡക്റ്റിനും മദ്യത്തിനും ഈ 2 കാറ്റഗറിക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് വേണ്ട എന്നുള്ള തീരുമാനം അമേരിക്കയാണ് മുന്നോട്ട് വെച്ചത്, കാനഡയല്ല അമേരിക്ക. അപ്പോൾ അതിനെ തുടർന്ന് ഈ 2 കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ താരിഫ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അമേരിക്കയും കാനഡയും. ന്യൂസിലാൻഡിൽ സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, ഈ സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവിടെ ഒരു പ്രതിഷേധം, ഈ ന്യൂസിലാൻഡിലേക്ക് പോയിട്ട് പ്രതിഷേധിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവർ ന്യൂസിലാൻഡിൽ തന്നെ അവിടെ 2 ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പം. അതായത് ബ്രിട്ടീഷ് പാരമ്പര്യത്തിലുള്ള കുറച്ച് ആൾക്കാർ, അവരും ന്യൂസിലാൻഡ് ഒറിജിൻ തന്നെയാണ്. പക്ഷെ അവരെ ഹക്ക എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, അവരാണ് ന്യൂസിലാൻഡിന്റെ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരെന്നുള്ള അവകാശവാദമാണ് അവർക്കുള്ളത്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു മോഡേൺ ഡേയ്സിൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ ഹക്ക കമ്മ്യൂണിറ്റി തന്നെയാണ് ന്യൂസിലാൻഡിന്റെ ഒറിജിൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അവർക്കൊരു ഡാൻസ് ഒക്കെ ഉണ്ട്, ഹക്ക ഡാൻസ്. അപ്പോൾ അവരിപ്പം സിഖ് കമ്മ്യൂണിറ്റിക്കാർ നടത്തിയ ഈ പ്രതിഷേധത്തിനെതിരെ പ്രതിഷേധം, അതായത് നിങ്ങൾക്ക് ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ന്യൂസിലാൻഡിന്റെ ഈ ഹക്ക കമ്മ്യൂണിറ്റിക്കാരുടെ വാദം. അവർ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയി അവിടെ പ്രതിഷേധിക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇതേ നിങ്ങളുടെ ഒരു ഫോറിൻ കൺട്രിയാണ്, ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇവിടുത്തെ ബൈലോ എല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടതാണ്, അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രതിഷേധിക്കാൻ നിൽക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് ഹക്ക കമ്മ്യൂണിറ്റിക്കാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹക്ക കമ്മ്യൂണിറ്റിക്കാർ ഈ സിഖ് കമ്മ്യൂണിറ്റിക്കാരെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം, ഒരു ഹക്ക ഡാൻസ് ഒക്കെ അവർ അവതരിപ്പിച്ച് അവർ ന്യൂസിലാൻഡിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ സിഖുകാരെന്തിനാണ് കുറേ എണ്ണങ്ങൾ ഖാലിസ്ഥാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് കാനഡയിൽ പോയി കിടപ്പുണ്ട്, UK പോയി കിടപ്പുണ്ട്. ഇവരെന്തിനാണ് അവിടെ പോയിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള പണിയും ചെയ്ത് ശമ്പളം വാങ്ങിച്ച് ജീവിച്ചിട്ട് മര്യാദയ്ക്ക് നാടണഞ്ഞോടെ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ന്യൂസിലാൻഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ സമരം ചെയ്യാൻ പോകുന്നത്? നമ്മളെന്ത് പ്രോ പാലസ്തീനികളാണ്? ഇന്ത്യക്കാർ എവിടെയെങ്ങാനും പോയിട്ട് സമരം ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചിട്ട് അങ്ങ് മടങ്ങിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ വെടിവെപ്പ്. സൗത്ത് ആഫ്രിക്കയിൽ ജോഹാനസ്ബർഗിലാണ് ഈ ഒരു വെടിവെപ്പ് നടന്നത്. ഇതൊരു പബ്ബിലാണ്, ക്ലബ്ബ് വിത്ത് പബ്ബ്, ആ ഒരു സ്ഥാപനത്തിലാണ് ഈ ഒരു വെടിവെപ്പ് നടന്നത്. ഒരുത്തൻ കാറിൽ വരുന്നു, കാർ ചവിട്ടി നിർത്തുന്നു, ജസ്റ്റ് ഡോർ തുറക്കുന്നു, ഇറങ്ങുന്നു, തോക്കെടുക്കുന്നു, തുരിതരാ വെടിവെക്കുന്നു. ഇതുവരെ വെടിവെച്ചവൻ ആരെന്നോ അവൻ്റെ പേരെന്താണെന്നോ അവൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നോ ഒരു വിവരങ്ങളും അറിയില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ വെടിവെച്ചവനെ തന്നെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവന് പകരം വേറെ ആരെയൊക്കെയാണ് പിടിച്ച് അമേരിക്ക അകത്തിട്ടിരിക്കുന്നത്. അതിനെ ചൊല്ലിയുള്ള തർക്കം അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അതിൽ FBI ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് അമേരിക്കയിൽ.
കാരണം നാണക്കേട് കൊണ്ട്. അതായത് ഈ വെടിവെച്ചവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. പട്ടപ്പകലിൽ നട്ടുച്ചയ്ക്ക് വന്ന് ഒരുത്തൻ വെടിവെച്ചിട്ട് പോയിട്ട് അമേരിക്കയിൽ ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ FBI നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതൊരു സൈഡിൽ ഇരിക്കെ അടുത്തൊരുത്തൻ ഇതേപോലെ അജ്ഞാതൻ, BBC, CNN ഉൾപ്പെടെയുള്ള മുൻനിര മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അൺനെയിംഡ് മാൻ, മനസ്സിലായോ? അൺനെയിംഡ് മാൻ, പേരില്ലാത്തൊരു മനുഷ്യൻ വന്ന് ഇറങ്ങി വെടിവെച്ചു, 11 പേരെ കൊലപ്പെടുത്തി, ഏതാണ്ട് 20-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക്. ആ രീതിയിലാണ് തുരുതര വെടിവെച്ചിട്ട് അവൻ വണ്ടി കയറി പോവുകയും ചെയ്തു. ഇനി ബംഗ്ലാദേശിന്റെ വിഷയങ്ങളൊക്കെ കുറച്ചുകൂടെ നടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. അത് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.